ഈ വീഡിയോയിൽ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ് നാം വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Activity 1 given on page 119 under Let's Revisit. ഒന്നാമത്തെ ഈ ആക്ടിവിറ്റിയിൽ മാർത്തയുടെ ഒരു സെന്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. The pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican, resign, won't do it. What did the teacher mean by the statement, Martha is Mexican? മാർത്തയെക്കുറിച്ച് അവരുടെ അധ്യാപകർ ആർഗ്യുമെന്റിൽ ഏർപ്പെട്ടതിനെ കുറിച്ചാണ് മാർത്ത ഈ സെന്റൻസിലൂടെ പറയുന്നത്. അതിലൊരു അധ്യാപകൻ മാർത്ത ഈസ് മെക്സിക്കൻ എന്ന് പറയുന്നു. മാർത്ത ഒരു മെക്സിക്കക്കാരിയാണ്. ഇത് പറഞ്ഞ അധ്യാപകൻ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? ആൻസർ: The statement Martha is Mexican reveals the harsh reality that extreme racial discrimination existed in America even in educational institutions and among educated people. Martha is Mexican എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വെളിവാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും അതോടൊപ്പം വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ പോലും വളരെ ശക്തമായിട്ടുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സാമൂഹ്യ വിവേചനം, വർണ്ണവിവേചനം, വർഗവിവേചനം ഇതൊക്കെ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ സ്റ്റേറ്റ്മെന്റ് തുറന്നു കാണിക്കുന്നത്. The Mexican Americans were treated as second-class citizens just like the Afro-Americans were treated. മെക്സിക്കൻ അമേരിക്കൻ വർഗത്തിൽപ്പെട്ട ആളുകളെ ആഫ്രോ അമേരിക്കൻ വിഭാഗങ്ങളെപ്പോലെ തന്നെ രണ്ടാം കിട പൗരന്മാരായിട്ടാണ് അമേരിക്കയിൽ പരിഗണിച്ചിരുന്നത്. മാർത്ത വാസ് ദ ഡോട്ടർ ഓഫ് എ പുവർ മെക്സിക്കൻ ഫാം ലേബറർ. മാർത്ത ഒരു പാവപ്പെട്ട മെക്സിക്കൻ ഫാം ലേബററുടെ, ഒരു കർഷക തൊഴിലാളിയുടെ മകളായിരുന്നു. സോ വാട്ട് മിസ്റ്റർ ബൂനി, ദ മാത്സ് ടീച്ചർ, മെന്റ് ബൈ ദ സ്റ്റേറ്റ്മെന്റ് വാസ് ദാറ്റ് Martha was a second-class citizen and inferior to Joanne, a real American girl. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ മാർത്ത ഈസ് മെക്സിക്കൻ എന്ന ഈ പ്രയോഗം ഉപയോഗിച്ച മിസ്റ്റർ ബൂനി എന്നുള്ള മാത്സ് അധ്യാപകൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് മാർത്ത ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസനാണ്, ഒരു രണ്ടാം കിട സിറ്റിസനാണ്. അതോടൊപ്പം യഥാർത്ഥ അമേരിക്കൻ പെൺകുട്ടിയായ ജോവാനേക്കാൾ ഇൻഫീരിയർ ആണ്, താഴ്ന്ന നിലവാരത്തിലുള്ളവളാണ് എന്നാണ് അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കിയത്. എന്ന് വെച്ചാൽ മിസ്റ്റർ ബൂനി എന്നുള്ള അധ്യാപകന്റെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രകടമായത്. ആക്ടിവിറ്റി 2. Joanne was recommended by Mr. Booney for the scholarship jacket. Eventually, it was Martha who won the jacket. മിസ്റ്റർ ബൂനി എന്നുള്ള അധ്യാപകൻ ജോവാൻ എന്നുള്ള വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കണം എന്ന രീതിയിലായിരുന്നു റെക്കമെൻഡേഷൻ നടത്തിയത്. എങ്കിലും അവസാനം മാർത്ത തന്നെയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയത്. നമ്മോട് ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി നറേറ്റ് ദി ഇവന്റ്സ് ദാറ്റ് ലെഡ് ടു മാർത്താസ് വിന്നിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. മാർത്തക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിച്ച അതിലേക്ക് നയിച്ച സംഭവങ്ങളെ നറേറ്റ് ചെയ്യുക, ഒരു കഥ പോലെ വിശദീകരിക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നറേറ്റീവ് തയ്യാറാക്കുമ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ നൽകാൻ ശ്രദ്ധിക്കണം. ഇവിടെ നാം ഒരു നറേറ്റീവ് തയ്യാറാക്കിയിരിക്കുന്നു, അതിന് അനുയോജ്യമായ ഒരു ടൈറ്റിലും നൽകിയിരിക്കുന്നു. ട്രൂത്ത് നെവർ ഫെയിൽസ്. സത്യം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഈ നറേറ്റീവിലെ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതായതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വായിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. Martha was an 8th grade student of the Texas school. She was the class valedictorian and expected to win the scholarship jacket of the school that year. Mr. Smith and Mr. Booney were Martha's history and math teachers respectively. Mr. Booney had a prejudice against Martha. മിസ്റ്റർ ബൂനി എന്നുള്ള മാർത്തയുടെ മാത്സ് അധ്യാപകന്
മാർത്തയ്ക്കെതിരെ ഒരു prejudice, ഒരു മുൻവിധി ഉണ്ടായിരുന്നു. He did not want Martha, who was a Mexican-American girl, to win the scholarship jacket, though she deserved it by merit. He favored another girl, Joanne, who was an American as well as the daughter of a school board member. But Mr. Smith firmly stood with the justice and truth. He very angrily argued with Mr. Booney and declared that he would not support falsifying the records. Martha overheard the heated argument between her teachers and became very disappointed. The following day, the principal told her that the scholarship jacket would not be free and she had to pay $15 to get it. She was shocked to hear this and felt all her dreams shattered. She informed her grandfather about everything and asked for the money. Though an illiterate farmer, her grandfather took a firm decision not to pay the money for a scholarship jacket. He told Martha to inform the principal that if she paid for it, it would not be a real scholarship jacket. The grandfather's words and decision made the principal realize his mistake and change his mind. Thus, finally Martha won the award, which was for her the representation of 8 years hard work and expectation. Activity 3. Martha is the protagonist of the story. ഈ കഥയിലെ പ്രൊട്ടാഗണിസ്റ്റ് മെയിൻ ക്യാരക്ടർ മാർത്തയാണ്. There are other characters who contribute the main events in the story. എന്നാൽ ഈ കഥയിലെ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് കഥാപാത്രങ്ങളുമുണ്ട്. Pick out instances from the story that reveal the role played by them and complete the table given. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ കഥയിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ റോളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ അതിൽ എഴുതി പൂർത്തീകരിക്കുക. പ്രധാന കഥാപാത്രങ്ങൾ the grandfather, the principal, Mr. Schmitz and Mr. Booney. ഇവരാണ്. അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം ഇവിടെ എഴുതി ചേർക്കുന്നു. ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മാർത്ത കഴിഞ്ഞാൽ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് മാർത്തയുടെ ഗ്രാൻഡ്ഫാദർ. He took a firm decision that he would not pay $15 for the jacket and said that if she paid for it, it wouldn't be a scholarship jacket. These words and deeds of the grandpa became a turning point in Martha's life. Though he was an illiterate farmer, he had an uncompromising vision of justice. He was not ready to pay and buy the award for his granddaughter. He was of the opinion that award should come to the deserving hands. He made the principal and the school board members open their eyes into justice by his strong determination. The principal. The principal asked Martha to pay $15 for the jacket. Perhaps under the compulsion of the school management, he asked for the money. The school board might have the plan to avoid a Mexican girl receiving the school's scholarship jacket. The principal might have thought that Martha could not afford to pay the money as she was the daughter of a poor farm laborer. But he had to yield in front of Martha's grandpa's determination and say that he was going to give an exception in her case. Mr. Booney. Mr. Booney's words and deeds revealed that he was a racist with a discriminating attitude against the Mexican Americans. He did not want Martha to win the jacket. He wanted to falsify her merit records to favor Joanne, another American girl and the daughter of the school board member. He engaged in a heated argument with Mr. Smith and asked for his support
to falsify the records. The reasons he put forward were that Martha was a Mexican girl and Joan was an American and the daughter of the school board member. He was a rich man who owned the only store in the town. Mr. Smith. Mr. Smith was a kind-hearted person and showed the noble qualities of a real teacher. A teacher should always stand for truth and justice, and that was what Mr. Smith did boldly from his side. He was not ready to compromise with any malpractices. Even when his colleague and the principal joined hands in falsifying records, he strongly opposed it. He was as honest and innocent as a child. He was very happy when he heard that justice was going to win and Martha would get the scholarship jacket finally. Next, Activity 4. After receiving the scholarship jacket, Martha delivers a speech. Prepare the speech and present it before the class. സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്വീകരിച്ചുകൊണ്ട് മാർത്ത ഒരു സ്പീച്ച് നടത്തുന്നു. അത്തരത്തിലുള്ള ഒരു സ്പീച്ച് തയ്യാറാക്കി നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്പീച്ച് തയ്യാറാക്കുമ്പോൾ അതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ബിഗിനിങ്, ഡെവലപ്മെൻറ്റ്, എൻഡിങ് എല്ലാം ഉണ്ടായിരിക്കണം. ബിഗിനിങ്ങിൽ നമ്മുടെ ഓഡിയൻസിനെയും ഗസ്റ്റുകളെയും നാം അഡ്രസ് ചെയ്യണം, അവരെ വിഷ് ചെയ്യണം. ശേഷം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോവേബുകൾ, കൊട്ടേഷൻസ്, വളരെ അട്രാക്റ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്പീച്ച് ഡെവലപ്പ് ചെയ്യുക. ഏറ്റവും അവസാനം ഗസ്റ്റുകളെയും ഓഡിയൻസിനെയും അവർക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് സ്പീച്ച് അവസാനിപ്പിക്കുക. ഇവിടെ നാം ഒരു മോഡൽ സ്പീച്ച് തയ്യാറാക്കിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. Honorable Principal, respected teachers and my dear friends, good morning. Where there is a will, there is a way. As the proverb says, today it has happened to me and that's why I am standing in front of you now. It has been my dream to win the scholarship jacket ever since my sister won it. And that dream has now come true in my life. My sister Rosie really inspired me from the beginning to work for winning this award, and I should thank her first. I am a Mexican American and my father is a poor farm laborer. My parents have difficulties to meet the expense of my studies, so now I am staying with my grandparents. I do not have a sports jacket. My only expectation was this scholarship jacket. I worked hard for it and I was sure to win it. But when I was told to pay $15 for the scholarship jacket, which I deserved to win by my merit, I was really shocked. My grandfather was not ready to pay money for a scholarship jacket. He told me that if I paid for it, then it would not be a real award. He taught me a lesson that awards are not to be bought by money. It should come our way by our efforts and merits. Yes, finally it has come in my way, as he said. Also, many of our teachers have supported me greatly, especially our history teacher, Mr. Smith. I should thankfully remember all of them on this occasion. Let me conclude my words expressing my sincere gratitude to all of you for having supported me in winning this prestigious award. Thank you very much. Next, Activity 5. The management decides to change the policy regarding the scholarship jackets. The principal feels uncomfortable and unhappy about this change. He expresses his resentment in a letter to the management. Write the likely letter. You can refer to the format given in Unit 2. ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ലെറ്റർ തയ്യാറാക്കാനാണ്.
സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പോളിസി സ്കൂൾ മാനേജ്മെൻറ്റ് ഈ അടുത്ത കാലത്ത് മാറ്റം വരുത്തി. ആ മാറ്റം പ്രിൻസിപ്പളെ സംബന്ധിച്ചിടത്തോളം അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി ഡിസിഷനായിരുന്നു. വളരെയധികം അസ്വസ്ഥത ഉളവാക്കിയ, വളരെ അസന്തുഷ്ടനാക്കിയ ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ എതിർപ്പ്, തൻ്റെ നീരസം ഒരു ലെറ്ററിലൂടെ മാനേജ്മെൻറ്റിനെ അറിയിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ലെറ്റർ തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഫോർമൽ അഥവാ ഒഫീഷ്യൽ ലെറ്ററാണ്. അപ്പോൾ ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് നാം ഫോളോ ചെയ്യണം. യൂണിറ്റ് 2 അതിൻ്റെ ഒരു ഫോമാറ്റ് നൽകിയിട്ടുണ്ട്, വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. ഇവിടെ ലെറ്റർ എഴുതുന്നത് പ്രിൻസിപ്പലാണ്, ലെറ്റർ റിസീവ് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെൻറ്റാണ് അഥവാ മാനേജറാണ്. അത്തരത്തിലുള്ള ഒരു ലെറ്റർ നാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. അതിൻ്റെ ഫോമാറ്റ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ദ റൈറ്റേഴ്സ് അഡ്രസ്, ദ പ്രിൻസിപ്പൽ, ടെക്സാസ് സ്കൂൾ, ടെക്സാസ്, USA. രണ്ടാമത് ഡേറ്റ് ഓഫ് ദ ലെറ്റർ 10 മാർച്ച് 2020. മൂന്നാമത് ദ റെസിപ്പിയൻസ് അഡ്രസ്, ആർക്കാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്, ദ മാനേജർ, ടെക്സാസ് സ്കൂൾ, ടെക്സാസ്, USA. അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ ഫ്രേസ്, ഡിയർ സർ. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഓഫ് ദ ലെറ്റർ, ചേഞ്ച് ഓഫ് പോളിസി റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. നെക്സ്റ്റ് ദ ബോഡി ഓഫ് ദ ലെറ്റർ. ഇവിടെയാണ് നാം നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്നത്. I am writing this letter to bring an urgent matter to your attention. The recent decision taken by the school management to change the policy regarding the scholarship jacket is unfavorable. The scholarship jacket has so far been free of cost. Now to pay $15 for it is unjustifiable. I believe that honors and awards should be bestowed to students based on their merit. I hereby express my strong disagreement on the management's new decision, money for awards. I would like to request you to reconsider the new decision. Thank you. ഇത്രയുമാണ് ബോഡി ഓഫ് ദ ലെറ്റർ. നാം എന്തിനെഴുതുന്നു എന്ന് പറഞ്ഞു, ആ വിഷയം അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ ഡിസഗ്രിമെൻറ്റ്, എതിർപ്പൊക്കെ ഇതിൽ പ്രകടിപ്പിച്ചു. അതിനുള്ള കാരണവും എഴുതി. എന്നിട്ട് അവസാനം അദ്ദേഹം ഈ ഡിസിഷൻ റീകൺസിഡർ ചെയ്യാൻ, ഒന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടി റിക്വസ്റ്റും ചെയ്യുന്നു. എന്നിട്ട് മാനേജർക്ക് നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് അവസാനിപ്പിച്ചു. ഇനി അവസാനം ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞാൽ കൺക്ലൂഡിംഗ് ഫ്രേസ്, കത്ത് അവസാനിപ്പിക്കുന്ന ഒരു ഒഫീഷ്യൽ ഫ്രേസ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. അത് കഴിഞ്ഞ് സിഗ്നേച്ചർ, ദാറ്റ് ഇസ് SD. Then the last comes the writer's name. കത്തെഴുതുന്ന ആളുടെ പേര് ഏറ്റവും അവസാനം ചേർക്കുക. ആദ്യം നാം എഴുതുന്ന ആളുടെ അഡ്രസ്സിൽ ആ പേര് ഉൾപ്പെടുത്തരുത്. ഇവിടെ പ്രിൻസിപ്പൽ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ പ്രിൻസിപ്പൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ടൈറ്റിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. Here Martha tells her own story. Imagine that you are a friend of Martha and you know everything that happened in her life in connection with the issue of the scholarship jacket. If you narrate the story, how would you do it? Write the likely narrative. നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കഥ, മാർത്ത സ്വന്തം കഥ അവളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ നടത്തുകയാണ്, I എന്നുള്ള പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട്. ഇനി നമ്മോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ മാർത്തയുടെ ഒരു സുഹൃത്താണെന്ന് സങ്കല്പിച്ചുകൊണ്ട് മാർത്തയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാർത്തയുടെ കഥ നിങ്ങൾ പറയുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ മാർത്തയെക്കുറിച്ച് പറയുന്നു, മാർത്തയുടെ കഥ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു തേർഡ് പേഴ്സൺ നറേറ്റീവിലേക്ക് മാറ്റി പറയണം. മാർത്ത അവളെക്കുറിച്ചാണ് പറയേണ്ടത്. ഷീ, ഹെർ തുടങ്ങിയ പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട് കഥ പറയിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നറേറ്റീവ് നാം തയ്യാറാക്കുമ്പോൾ അതിന് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ നൽകാൻ ശ്രദ്ധിക്കുക. ഇവിടെ നാം മാർത്തയുടെ കഥ പറയുന്നു, അതിനൊരു ടൈറ്റിലും നൽകിയിരിക്കുന്നു. മാർത്താസ് ഡ്രീം കെയിം ട്രൂ, മാർത്തയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇനി മാർത്തയെക്കുറിച്ചുള്ള കഥ നാം പറയുന്നു. Martha, a 14-year-old Mexican-American girl, was an 8th grade student at the Texas school.
The school had a tradition of awarding a beautiful gold and green jacket to the class valedictorian every year during the 8th grade graduation. Martha was in great expectation to win the jacket as she had been a straight A-level student since the first grade. Her sister Rosie had also won the jacket a few years back. One day at school, she happened to hear a heated argument between her history teacher Mr. Schmitz and mathematics teacher Mr. Booney. Mr. Booney wanted to falsify the records, not to give the award to Martha, a Mexican girl. He wanted to support Joanne, an American girl, and the daughter of the school board member. Martha realized that she would lose the scholarship jacket because of her being a Mexican. But Mr. Schmitz opposed to Mr. Booney's suggestions and stood for truths. Then the following day, the principal told Martha that the school management had changed the policy and she had to pay $15 for the scholarship jacket. The principal's words pained Martha very much, and she felt all her dreams about the scholarship jacket shattered. She cried all the way from school to home. She told everything to her grandfather and asked him for the money, but he was not ready to pay the money. He thought it was unjust to pay money for a scholarship jacket. He told her to tell the principal that if she paid for the jacket, then it would not be a real scholarship jacket. These words of her grandfather made the principal realize his mistake, and he changed his mind. He finally told Martha that he would make an exception in her case and she would get the scholarship jacket free of cost. She could not believe her ears and she became extremely happy. She wished to see his grandpa immediately and inform him of this happy news. She rushed onward, again crying all the way. But this time it was a cry of joy. Next, Activity 7. Martha is awarded the scholarship jackets by the Vice Chancellor of the University. Prepare a news report of the award ceremony. മാർത്തക്ക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡ് നൽകി. ഈ അവാർഡ് സെറിമണിയെക്കുറിച്ച ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ന്യൂസ് റിപ്പോർട്ടിൽ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം. ഹെഡ്ലൈൻ കഴിഞ്ഞ് തൊട്ട് താഴെ ഡേറ്റും റിപ്പോർട്ടറെയും സംബന്ധിച്ച ബൈ ലൈൻ എഴുതി ചേർക്കണം. അത് കഴിഞ്ഞ് എവിടെ നിന്നാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് കാണിക്കുന്ന സ്ഥലം അഥവാ പ്ലേസ് ലൈൻ ഉണ്ടായിരിക്കണം. പ്ലേസ് ലൈൻ കഴിഞ്ഞ് അതിനോട് തൊട്ട് ചേർത്ത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഉൾപ്പെടുന്ന ലീഡ് പാസേജ്, ലീഡ് പാരഗ്രാഫ് ചേർക്കണം. ലീഡ് പാരഗ്രാഫിലാണ് ന്യൂസ് ഇൻ ബ്രീഫ്, പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ ചേർക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദ ന്യൂസ്, ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായിട്ട് എഴുതി ചേർക്കുന്നു. വാർത്താ റിപ്പോർട്ടിൽ വിറ്റ്നസ്, വാർത്തയുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള കൊട്ടേഷൻസ് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ നാം ഒരു മോഡൽ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിക്കാം. മാർത്ത വിൻസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നു. 10 മാർച്ച് 2021 സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള ബൈലൈൻ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ടെക്സാസ് എന്നുള്ള പ്ലേസ് ലൈൻ, ടെക്സാസ് എന്നുള്ള സ്ഥലത്ത് നിന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ശേഷം അതിനോട് ചേർത്ത് തന്നെ ലീഡ്, മെയിൻ പോയിന്റ്സ്. മാർത്ത, എ 14-year-old Mexican American girl and 8th grade student of the Texas school has won the scholarship jacket of the school this year. അത് കഴിഞ്ഞ് ന്യൂസ് ഇൻ ഡീറ്റെയിൽ. The scholarship jacket is a prestigious award the school awards to the valedictorian student as a tradition every year
during the 8th grade graduation. It's a very beautiful green and gold jacket awarded to the student who has maintained the highest grade for 8 years. Vice Chancellor of the Texas University distributed the award to Martha in the presence of the school principal, teachers and students. ഇത്രയും നാം വാർത്തകൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ശേഷം അവാർഡ് നേടിയ മാർത്തയുടെ സ്വന്തം വാക്കുകൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു കൊട്ടേഷനായിട്ട് ചേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാർത്ത പറയുന്നു, I was very much disappointed and was afraid of losing it when I heard that I had to pay for it. But thank God I have won it, and it is like my dream has come true. Martha said. മാർത്ത പറഞ്ഞു, ഒരു വേള ഞാൻ വളരെ നിരാശപ്പെട്ടിരുന്നു. എനിക്ക് ഈ അവാർഡ് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എനിക്കതിന് പണം കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ കേട്ടപ്പോൾ. എന്നാൽ ദൈവത്തിന് നന്ദി, എനിക്കത് നേടാൻ സാധിച്ചു. എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, മാർത്ത പറഞ്ഞു. ഈ രീതിയിൽ നമുക്ക് ന്യൂസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാവുന്നതാണ്. ഇതൊരു മോഡലാക്കി വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് തന്നെ ന്യൂസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി പരിശീലിക്കുക. നെക്സ്റ്റ്, ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് വേർഡ്സ്. Activity 1 given on textbook page 121. പാഠപുസ്തകത്തിലെ 121 പേജിൽ ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് വേർഡ്സ് എന്നുള്ള ക്യാപ്ഷനിൽ ഏതാനും ചില ആക്ടിവിറ്റീസ്, ലാംഗ്വേജ് ആക്ടിവിറ്റീസ് നൽകിയിരിക്കുന്നു. അതിൽ ആക്ടിവിറ്റി 1. Some words from the story are given in column A. Match the words in column A with their appropriate meaning in column B. കോളം എ, കോളം ബി എന്നിങ്ങനെ 2 കോളംസ്. അതിൽ കോളം എയിൽ നമ്മുടെ കഥയുമായി ബന്ധപ്പെട്ട ഏതാനും വേർഡ്സ് നൽകിയിരിക്കുന്നു. കോളം ബിയിൽ അവയുടെ തത്തുല്യമായ മീനിങ്സും. ഇവ പരസ്പരം എപ്രോപ്രിയേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. അത് നാം ഇവിടെ ചെയ്തിരിക്കുന്നു. കോളം എയിൽ വാലഡിക്ടോറിയൻ, കോളം ബിയിൽ അതിൻ്റെ യഥാർത്ഥ മീനിങ് യഥാർത്ഥ രൂപത്തിൽ ചേർത്തെഴുതിയിരിക്കുന്നു. A student with the highest academic rank in a class. Agile, able to move quickly and easily. Despair, lose hope. Falsify, to make false by adding or changing. Resign, to give up. Coincidence, an accidental sequence of events. Fidget, to behave nervously or restlessly. Dismay, lose of courage in the face of trouble. Muster, to gather, to summon up. Vile, disgusting, unpleasant. Eavesdrop, to listen secretly to a private conversation. Beanpole, slang for a tall, thin person. വളരെ മെലിഞ്ഞ നീളമുള്ള ആളുകളെ സംസാര ഭാഷയിൽ വിളിക്കുന്ന ഒരു പേരാണ് ബീൻ പോൾ എന്നുള്ളത്. ആക്ടിവിറ്റി 2. Write the word that best completes each sentence. You may use the words given in column A of activity 1. ഇവിടെ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസുകളിലെ ഡാഷ് ഫിൽ ചെയ്ത് പൂർത്തീകരിച്ചെഴുതുക. അതിന് ആക്ടിവിറ്റി 1-ൽ കോളം എയിൽ നൽകിയിരിക്കുന്ന പദങ്ങളിൽ നിന്ന് അനുയോജ്യമായത് എടുത്തെഴുതുക. സെൻറ്റൻസ് 1. Agile people are usually good athletes. Number 2. Martha tried not to despair over the bad news. Number 3. What a coincidence. I wasn't expecting you to see you here, the principal said to Martha. Number 4. She could not help but eavesdrop. Number 5. Mr. Smith was not ready to falsify the records to hide the truth. Number 6. The thought that she may lose the jacket was the reason for her dismay. Number 7. The wild comments of Mr. Booney made her upset. Number 8.
She couldn't muster enough courage to ask her grandfather for the money. Next, activity 3. Read the following sentence from the story. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful golden green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. What does the word valedictorian mean? You can get the meaning of the word from the definition given by the writer. ഇവിടെ നമ്മുടെ സ്റ്റോറിയിൽ നിന്നെടുത്ത ഒരു സെന്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ വാലഡിക്ടോറിയൻ എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ റൈറ്റർ തന്നെ അതോടൊപ്പം നൽകിയിരിക്കുന്നു. The student who had maintained the highest grades for 8 years. 8 വർഷക്കാലം ഉയർന്ന ഗ്രേഡ് നിലനിർത്തി പോന്ന വിദ്യാർത്ഥി എന്നാണ് വാലഡിക്ടോറിയൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇനി നമ്മുടെ ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ഇതാണ്. Look at the examples given below and try to find out the meanings of the words highlighted from the contextual clues given in the sentences. ഇവിടെ ഏതാനും സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. ഓരോ സെന്റൻസിലും ഓരോ വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈലൈറ്റഡ് വേർഡ്സിൻ്റെ മീനിങ് നാം ഇവിടെ ചേർത്തെഴുതുക. അതിനുള്ള ക്ലൂസ്, ആ മീനിങ് എന്താണെന്ന് നമുക്ക് സൂചന അതേ സെന്റൻസുകളിൽ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ സെന്റൻസ്, മനു ഇസ് എ പോളിഗ്ലോട്ട്. മനു എന്നുള്ള വ്യക്തി ഒരു പോളിഗ്ലോട്ടാണ്. എന്താണ് പോളിഗ്ലോട്ട് എന്നതിൻ്റെ അർത്ഥം? ഹി നോസ് സെവറൽ ലാംഗ്വേജസ്. മനുവിന് ധാരാളം ഭാഷകൾ അറിയാം. ഈ ക്ലൂവിൽ നിന്ന് നമുക്ക് പോളിഗ്ലോട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം ലഭ്യമാകും. പോളിഗ്ലോട്ട് മീൻസ് എ പേഴ്സൺ ഹു നോസ് മെനി ലാംഗ്വേജസ്. ധാരാളം ഭാഷകൾ അറിയുന്ന ഒരു വ്യക്തി, അതാണ് പോളിഗ്ലോട്ട്. രണ്ടാം സെന്റൻസ്, ദ ഹറിക്കെയിൻ ബിഗാൻ ആസ് ആൻ എമോർഫസ് മാസ്, എ ഷേപ്പ്ലെസ് ഗ്രൂപ്പ് ഓഫ് ക്ലൗഡ്സ്. ഹറിക്കെയിൻ ഒരു എമോർഫസ് മാസ് എന്ന രൂപത്തിലേക്ക് തുടങ്ങി. എന്താണ് എമോർഫസ് എന്നുള്ള പദത്തിനർത്ഥം? എ ഷേപ്പ്ലെസ് ഗ്രൂപ്പ് ഓഫ് ക്ലൗഡ്സ്, പ്രത്യേക ആകൃതിയൊന്നുമില്ലാത്ത മേഘക്കൂട്ടങ്ങൾ എന്ന രൂപത്തിലേക്കാണ് അതിലേക്കുള്ളൊരു സൂചന. അതായത് എമോർഫസ് മീൻസ് ഹാവിങ് നോ ഫിക്സ്ഡ് ഫോം ഓർ ഷേപ്പ്. ഒരു പ്രത്യേകമായ രൂപം അല്ലെങ്കിൽ ഷേപ്പ്, ആകൃതി ഒന്നുമില്ലാത്ത ഒന്നിനെയാണ് എമോർഫസ് എന്ന് വിളിക്കുന്നത്. Number 3. When I disparaged him, he put me down in the same way. ഞാൻ അദ്ദേഹത്തെ ഡിസ്പറേജ് ചെയ്തപ്പോൾ, ഡിസ്പാരേജ് മീൻസ് എന്താണെന്നുള്ളതാണ്. അദ്ദേഹം എന്നെയും അതേ രൂപത്തിൽ താഴ്ത്തി പറഞ്ഞു. അപ്പോൾ ഒരാൾ താഴ്ത്തി പറയുക, നിന്ദിക്കുക എന്നൊക്കെ ഒരർത്ഥം വരുന്ന ഒരു മീനിങ് ആണ് അതിന്. ഡിസ്പാരേജ്ഡ് മീൻസ് ഡൗൺ ഗ്രേഡഡ് ഓർ ഡീഗ്രേഡഡ്, താഴ്ത്തി എന്നർത്ഥം. Number 4. She was not simply happy to receive the gift. She was euphoric. ആ ഗിഫ്റ്റ് സ്വീകരിക്കുമ്പോൾ അവൾ വെറുമൊരു ഹാപ്പി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവൾ വളരെയധികം യൂഫോറിക് ആയിരുന്നു. യൂഫോറിക് എന്ന് പറയുമ്പോൾ ഹാപ്പി എന്നുള്ളൊരു മീനിങ് ആണ്, പക്ഷേ എക്സ്ട്രീംലി ഹാപ്പി എന്നൊരർത്ഥം വരും. വളരെയധികം ആഹ്ലാദവതിയായിരുന്നു എന്നൊക്കെ അർത്ഥം. യൂഫോറിക് മീൻസ് എക്സ്ട്രീംലി എക്സൈറ്റഡ് ഓർ ഹാപ്പി. Next, sentence 5. The sleep clinic treats somnambulists, people who walk in their sleep. ഈ സ്ലീപ്പ് ക്ലിനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുള്ള ആളുകളെ ചികിത്സിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്കാണ് സംനാംബുലിസ്റ്റ് എന്ന് പറയുന്നത്. സംനാംബുലിസ്റ്റ്സ്, അതിൻ്റെ പ്ലൂറൽ ഫോം പീപ്പിൾ ഹു വാക്ക് ഇൻ ദ സ്ലീപ്പ്, ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുള്ള വ്യക്തികൾ. Next, activity 4. Read the following sentences from the story. ഇവിടെ നമ്മുടെ കഥയിൽ നിന്നെടുത്ത 2 സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. അവ വായിച്ചു നോക്കുക. Sentence 1. The principal muttered something I couldn't understand under his breath and walked over to the window. ഈ ഒന്നാം സെന്റൻസിൽ under his breath എന്നുള്ള 3 പദങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണ്. Here the idiom under the breath means speaking very softly or in a low voice. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ മീനിങ് വളരെ സോഫ്റ്റായിട്ട്, വളരെ മൃദുവായിട്ട്,
പതുങ്ങിയ സ്വരത്തിൽ സംസാരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള വാക്കുകൾ അവയുടെ ഇൻഡിവിജ്വൽ വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥമായിരിക്കും ഇവ ഒരുമിച്ച് നൽകുന്ന അർത്ഥം. Idiomatic expressions are phrases whose meaning is different from the meanings of the individual words. ഇങ്ങനെ ഇഡിയോമാറ്റിക് ഫ്രേസുകളിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥം അവ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നൽകുമ്പോഴാണ് അവ ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു സെന്റൻസ്, His face looked as happy and innocent as a baby's, but I knew better. ഈ സെന്റൻസിൽ knew better എന്നുള്ളത് മറ്റൊരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹിയർ ദി ഇഡിയം knew better means to be wise enough to recognize something as wrong or not possible. തെറ്റായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ മറച്ചുവെക്കാൻ ശ്രമിച്ച് കാണിക്കുന്ന ഒക്കെ ഒരു കാര്യം തിരിച്ചറിയാൻ സാധിക്കുക, അതിനുള്ള ബുദ്ധി ഉണ്ടാവുക, എനിക്കറിയാം എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് അതിന്. എനിക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് അറിയാം എന്താണ് നടക്കുന്നത്, എനിക്ക് നന്നായിട്ടറിയാം എന്നുള്ള ഒരർത്ഥം വരുന്ന ഒരു ഫ്രേസാണിത്. ഇനി നമ്മുടെ ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ഇതാണ്. ലുക്ക് അറ്റ് സം മോർ എക്സാമ്പിൾസ്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസുകൾ ഉൾപ്പെടുന്ന ഏതാനും സെൻറ്റൻസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അവയൊന്ന് വായിച്ച് ആശയം മനസ്സിലാക്കുക. ഒന്നാമത്തെ സെൻറ്റൻസ്, ദി ആക്ടർ കട്ട് എ സോറി ഫിഗർ. ഈ സെൻറ്റൻസിൽ കട്ട് എ സോറി ഫിഗർ എന്ന് നൽകിയിട്ടുണ്ട്. ആ ആക്ടർ, നടൻ, വളരെ മോശം ഇംപ്രഷൻ ഉണ്ടാക്കി, വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ടു മേക്ക് എ പുവർ ഇംപ്രഷൻ. രണ്ടാം സെൻറ്റൻസ്, ദ സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ. ആ വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ്, അപരിചിതമാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂ, സ്ട്രേഞ്ച്, ഡിഫിക്കൾട്ട് എന്നൊക്കെ അർത്ഥം. സെൻറ്റൻസ് 3, ഐ ആം അറ്റ് മൈ വിറ്റ്സ് എൻഡ് ഓൺ ഹൗ ടു മേക്ക് സം മണി. കുറച്ച് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അറ്റ് മൈ വിറ്റ്സ് എൻഡ് മീൻസ് ഐ ആം പസിൽഡ് എന്നാണ് അർത്ഥം. നമ്പർ 4, വെൻ എ ക്രൈസിസ് കംസ് യു മസ്റ്റ് റൈസ് ടു ദി ഒക്കേഷൻ. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ സന്ദർഭത്തിന് അനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കണം, സന്ദർഭത്തിന് അനുസൃതമായിട്ട് ഉയർന്നു പ്രവർത്തിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റൈസ് ടു ദി ഒക്കേഷൻ മീൻസ് പെർഫോം വൺസ് റോൾ വെൽ. ഒരാളുടെ ഭാഗം നന്നായി ചെയ്യുക, അവസരത്തിന് ഒത്തുയരുക എന്നൊക്കെ അർത്ഥം. നമ്പർ 5, ദ പ്രൈസസ് ആർ റൈസിംഗ് ബൈ ലീപ്സ് ആൻഡ് ബൗൺസ്. വിലക്കയറ്റം വളരെ വേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് മീൻസ് റാപ്പിഡ്ലി, വളരെ വേഗം വില ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് മീൻസ് റാപ്പിഡ്ലി, വളരെ വേഗം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്പർ 6, അറ്റ് ദി 11th hour he decided to apply for the post. ആ പോസ്റ്റിന് വേണ്ടി, ആ സ്ഥാനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ അവൻ ഏറ്റവും അവസാന നിമിഷമാണ് തീരുമാനിച്ചത്. അറ്റ് ദി 11th hour നാം മലയാളത്തിൽ പറയുന്ന 11ാം മണിക്കൂറിൽ എന്നൊക്കെ അർത്ഥം വരുന്ന അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഏറ്റവും അവസാന നിമിഷം. നമ്പർ 7, ഇഫ് യു വർക്ക് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് യു വോണ്ട് സക്സീഡ്. നീ അസ്ഥിരമായിട്ട്, ഒരു സ്ഥിരതയില്ലാതെ പ്രവർത്തിച്ചാൽ വിജയത്തിലെത്തില്ല എന്നർത്ഥം വരുന്ന ഈ സെൻറ്റൻസിൽ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് അൺസ്റ്റഡിലി, കൃത്യതയില്ലാതെ, സ്ഥിരതയില്ലാതെ എന്നൊക്കെ അർത്ഥം. നമ്പർ 8, ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ത്രൂ തിക്ക് ആൻഡ് തിൻ. ഞാൻ നിന്റെ എല്ലാ സന്ദർഭത്തിലും നിന്നോടൊപ്പം നിൽക്കും, നിന്റെ നന്മയിലും തിന്മയിലും, നിന്റെ നല്ല കാലത്തും നിന്റെ മോശം കാലത്തുമൊക്കെ നിന്നോടൊപ്പം നിൽക്കും എന്നർത്ഥം വരുന്ന ഒരു സെൻറ്റൻസ്. തിക്ക് ആൻഡ് തിൻ മീൻസ് ഡ്യൂറിങ് ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. നല്ല സമയത്തും മോശപ്പെട്ട സമയത്തുമൊക്കെ നിന്നോടൊപ്പം ഞാൻ നിൽക്കും. ഇങ്ങനെയുള്ള ധാരാളം ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. വിദ്യാർത്ഥികൾ അവയൊക്കെ പരിചയപ്പെടാൻ. ഇനി നമ്മോട് ആവശ്യപ്പെടുന്ന മറ്റൊരു ആക്ടിവിറ്റി, given below are sentences which contain certain idiomatic expressions. Read the sentences and write the meanings of the idioms. ഇവിടെ ഏതാനും സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. അവയിലൊക്കെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്. ആ ഇഡിയംസ് കണ്ടെത്തി അവയുടെ മീനിങ് ഇവിടെ എഴുതി ചേർക്കുക. ഒന്നാമത്തെ സെൻറ്റൻസ്, we can argue on the issue till the cows come home. till the cows come home എന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ അർത്ഥം for a long time എന്നാണ്. കുറേ ഏറെ നേരം, കുറേ ദീർഘസമയത്തേക്ക് എന്നൊക്കെ അർത്ഥം.
We can argue on the issue for a long time. നമുക്ക് ഏറെ നേരം ഈ വിഷയത്തെക്കുറിച്ച് തർക്കിക്കാം. നമ്പർ 2. Oh, it is raining cats and dogs. ശക്തമായ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ആ മഴയെ വിശേഷിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധാരണമായ ഇഡിയോമാറ്റിക് ഫ്രേസാണ് to rain cats and dogs എന്നുള്ളത്. മീനിങ് to rain very heavily. Oh, it is raining very heavily എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്പർ 3. രാധിക was tickled pink by the good news. ആ നല്ല വാർത്ത, ഗുഡ് ന്യൂസ്, സന്തോഷപ്രദമായ വാർത്ത കൊണ്ട് രാധിക വളരെയധികം ഹാപ്പിയായി എന്നാണ് അർത്ഥം. രാധിക was made extremely happy by the good news. Number 4. This dress cost an arm and a leg. An arm and a leg means a lot of money. ധാരാളം പണം എന്നാണ് അർത്ഥം. This dress cost a lot of money. Number 5. We all are in the same boat. In the same boat means in the same situation. ഒരേ സാഹചര്യത്തിൽ, മിക്കപ്പോഴും പ്രയാസകരമായ സാഹചര്യത്തെ സൂചിപ്പിക്കാനാണ് ഈ ഇഡിയം ഉപയോഗിക്കാറുള്ളത്. We all are in the same difficult situation. Number 6. I will clean the toilet when pigs fly. When pigs fly എന്ന ഇഡിയോമാറ്റിക് ഫ്രേസിൻ്റെ മീനിങ് നെവർ അറ്റ് ആൾ, ഒരിക്കലുമില്ല, അതല്ലെങ്കിൽ സംതിങ് വിൽ നെവർ ഹാപ്പൻ, ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ പറയാനാണ്, നിഷേധിച്ചുകൊണ്ട് പറയാനാണ് വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറയുന്നത്. സാധ്യമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്നൊക്കെ സൂചന നൽകുന്ന ഐ വിൽ ക്ലീൻ ദ ടോയ്ലറ്റ് വെൻ പിഗ്സ് ഫ്ലൈ, ഐ വിൽ ക്ലീൻ ദ ടോയ്ലറ്റ് നെവർ അറ്റ് ഓൾ എന്നൊരു അർത്ഥത്തിലേക്ക്. ഇതോടുകൂടി ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇവിടെ നാം വിശദീകരിച്ച പല ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസും എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടവയാണ്. വിദ്യാർത്ഥികൾ അവ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യൂ-വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.